മൃദംഗം ഹൃദയസ്പന്ദനമാക്കിയ പ്രതിഭ ശ്രീ തിരുവാരൂർ ഭക്തവത്സലം. പത്മശ്രീ ജേതാവ് 2026. തിരുവാരൂർ സംഗീതമമൂർത്തി, അതായത് 18ാം നൂറ്റാണ്ടിലെ കർണാടക സംഗീതത്തിന്റെ ത്രിമൂർത്തികളുടെ ജന്മനാട്. ഞാൻ വളർന്നത് സംഗീതം നിറഞ്ഞ ഒരു ചുറ്റുപാടിലായിരുന്നു. എന്റെ അമ്മ തഞ്ചാവൂരിലെ തിരുവാരൂരിലെ ഒരു മികച്ച സംഗീതജ്ഞയായിരുന്നു. എനിക്ക് വെറും 2.5 വയസ്സുള്ളപ്പോൾ അച്ഛൻ വേർപിരിഞ്ഞു. അമ്മ ദേവാലയമാണ് എന്നൊരു പഴമൊഴിയുണ്ട്. എന്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാണ്. അമ്മയ്ക്ക് 3 സഹോദരന്മാരുണ്ടായിരുന്നു. അവരെയും ഞങ്ങളെയും വളർത്തിയത് അമ്മയായിരുന്നു. ചെറിയ സംഗീത കച്ചേരികളിലൂടെയാണ് അമ്മ ഞങ്ങളെ പോറ്റിയത്. എല്ലാ പ്രഭാതങ്ങളിലും അമ്മ ആനന്ദവല്ലി പ്രാർത്ഥിക്കുകയും ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നത് കേട്ടാണ് കുഞ്ഞു ഭക്തവത്സലം ഉണർന്നിരുന്നത്. അദ്ദേഹം ആ സംഗീതത്തിൽ മുഴുകിപ്പോയി. അമ്മ അദ്ദേഹത്തെ സംഗീതം പഠിപ്പിക്കാൻ തുടങ്ങി. ആ സംഗീതജ്ഞാനമാണ് ഭക്തവത്സലത്തിന്റെ ആയുഷ്കാലം നീളുന്ന സംഗീതോപാസനയ്ക്ക് അടിത്തറയിട്ടത്. വളരെ പെട്ടെന്ന് തന്നെ പ്രാദേശിക സംഗീത കച്ചേരികളിൽ അമ്മയ്ക്കും അമ്മാവനുമൊപ്പം അദ്ദേഹവും പങ്കാളിയായി. എന്റെ അമ്മാവൻ തിരുവാരൂർ കൃഷ്ണമൂർത്തിയോട് മൃദംഗം എന്നെ പഠിപ്പിക്കണമെന്ന് ഞാൻ നിരന്തരം ആവശ്യപ്പെട്ടു. അമ്മാവൻ എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം മടി കാണിച്ചു. കാരണം സംഗീതജ്ഞർക്ക് സ്ഥിരമായ വരുമാനം ലഭിച്ചിരുന്നില്ല. താൻ ജീവിതത്തിൽ നേരിട്ട ബുദ്ധിമുട്ടുകൾ എനിക്കും ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അക്കാലത്ത് മഹാന്മാരായ സംഗീത വിദ്വാൻമാർ ചേക്കേറുന്ന സംഗീതത്തിന്റെ പ്രധാന കേന്ദ്രമായി ചെന്നൈ മാറി. ഞാൻ മദ്രാസിലെത്തിയപ്പോ എനിക്ക് അവിടെ പരിചയക്കാരോ പിന്തുണയോ ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് എന്നോടൊപ്പം മദ്രാസിലേക്ക് വരാൻ മടിയായിരുന്നു. ഞാൻ ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്തു. അമ്മയോട് പലവട്ടം അഭ്യർത്ഥിച്ചിട്ടും നിർബന്ധിച്ചിട്ടുമാണ് മദ്രാസിലേക്ക് കൊണ്ടുവന്നത്. എനിക്ക് വേണ്ടി അമ്മ ചെയ്ത ത്യാഗങ്ങൾ ഏറെ വലുതായിരുന്നു. വളരെ ചെറിയൊരു മുറിയിൽ എനിക്ക് വേണ്ടി അമ്മ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു. ഞങ്ങൾ താമസിച്ചിരുന്നത് പരസ്പരം ചേർന്ന് കിടക്കുന്ന ചെറിയ വീടുകളുടെ ഒരു കോളനിയിലായിരുന്നു. അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ജനലുകൾ കട്ടിയുള്ള തിരശ്ശീലകൾ കൊണ്ട് മൂടി ശബ്ദം നിയന്ത്രിച്ച ശേഷമാണ് ഞാൻ മൃദംഗാഭ്യാസം നടത്തിയിരുന്നത്. അങ്ങനെ 10 വർഷത്തോളം പരിശീലനം ചെയ്തു. ഒരിക്കൽ പ്രശസ്ത ഗായിക ML വസന്തകുമാരിക്കൊപ്പമുള്ള വൈറ്റ് ഹൗസ് സംഗീത പരിപാടിയിൽ മൃദംഗം വായിക്കുന്നതിനിടെ സംഘാടകർ അദ്ദേഹത്തോട് നെറ്റിയിലെ ഭസ്മം ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അത് തന്റെ വ്യക്തിത്വത്തിന്റെയും വിശ്വാസത്തിന്റെയും അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞ് ഭക്തവത്സലം ആ ആവശ്യം നിരാകരിച്ചു. സ്വന്തം പാരമ്പര്യത്തിലും സ്വത്വത്തിലും അഭിമാനത്തോടെ നെറ്റിയിൽ ഭസ്മം അണിഞ്ഞു തന്നെ അദ്ദേഹം ആ വേദിയിൽ പ്രകടനം നടത്തി. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ മൃദംഗനാദം മുഴങ്ങി. അന്തരിച്ച മാൻഡലിൻ U ശ്രീനിവാസനോടൊപ്പം രാജ്യത്തെ പ്രമുഖ ഗായകരോടുമൊപ്പം അദ്ദേഹം ലോക പര്യടനവും നടത്തി. സംഗീത നവീകരണത്തിന്റെ വഴിയിൽ മുമ്പ് കാണാത്ത തരത്തിലുള്ള ഭീമൻ താളവാദ്യ സംഗമങ്ങൾ അദ്ദേഹം രൂപീകരിച്ചു. തന്റെ ലയമധുര സംഗീത വിദ്യാലയത്തിലൂടെ 1000-ലധികം ശിഷ്യന്മാർക്ക് അദ്ദേഹം പരിശീലനവും സഹായവും നൽകി. പഠിക്കേണ്ടുന്നത് നന്നായി പഠിക്കുക. പഠിച്ച ശേഷം അതിലെ തത്വങ്ങൾ അനുസരിച്ച് ജീവിതം നയിക്കുക. സംഗീതമാണ് എന്റെ ശ്വാസം. അടുത്ത ജന്മത്തിലും എനിക്ക് മൃദംഗം വായിക്കണം. ശ്രീ തിരുവാരൂർ ഭക്തവത്സലം, പത്മശ്രീ 2026.